അപ്പോൾ അതിനൊന്ന് പോകണം. 3 മണിക്കാണ്. കുഞ്ഞു കിളികൾ ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത്. അപ്പം ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള ഓരോ തയ്യാറെടുപ്പുകളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു അമ്മി ഞാൻ പ്രധാനമായിട്ടും വാങ്ങാൻ കാരണം തേങ്ങ അരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ഇതുപോലെ പിന്നെ ചമ്മന്തി അരയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ചതച്ചെടുക്കുക അരയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു അമ്മി വാങ്ങിയത്. അപ്പോൾ കിച്ചുമോളിനോട് വന്ന് പറയുകയാണെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ. അതുമാത്രമല്ല കേട്ടോ, കറണ്ട് ഉള്ളപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ചതച്ചെടുത്താളൊന്നുകൊണ്ട് ശരിയാവില്ല. പിന്നെ അങ്ങനെ ഇടിക്കണ ഒരു ഉരലുണ്ടല്ലോ, ചെറിയ കുട്ടി ഉരൽ, അതിനേക്കാളും എനിക്കിഷ്ടം അതാണ്. അപ്പം ഞാൻ അവിടെ പൊട്ടിക്കല്ലായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു അമ്മി, പക്ഷെ നമുക്ക് അവിടെ ഇടാനുള്ളൊരു സ്ഥലമല്ല. വലിയ അമ്മി വാങ്ങിയാലും പുറത്തിടാനുള്ള സ്ഥലമല്ല കേട്ടോ. ഏതായാലും സ്പേസും കാര്യങ്ങളുണ്ട്, പിന്നെ വലിയൊരു വില ഇതിനില്ലല്ലോ. അപ്പോൾ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മാന്തള മീനും അതുപോലെ തന്നെ ഈ ഞങ്ങളിവിടെ പറയാം അയിലക്കണ്ണി അങ്ങനെ പറയും കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഈ 2 മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തൽ കുറച്ച് വലുത് 2 എണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ വലിയ ജീരകം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത്, വലിയ പേസ്റ്റും അല്ല എന്നാൽ ചതച്ചതുമല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഈ അമ്മിയും വെച്ചിട്ട് തന്നെ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു അതും, പിന്നെ ഒരു നുള്ള് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടോ, സുർക്ക ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു നന്നായിട്ട് മസാല അങ്ങനെ കൂട്ടി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മാന്തൽ മീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് 2 എണ്ണം ഇങ്ങനെ, ഒരു മീൻ 3 പീസാക്കിയിട്ട് അങ്ങനെ ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അയിലക്കണ്ണി എന്ന് പറയുമല്ലോ, അതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. അയിലക്കണ്ണി എന്ന് തന്നെയാണ് പറയുക തോന്നുന്നു, വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ഒരു മീനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ മീൻ. അപ്പോൾ അതും കൂടെ മസാല തേച്ചിട്ട് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള മീനിൻ്റെ ഈ അയിലക്കണ്ണീൻ്റെ 2 കഷ്ണം വെച്ചാക്കിയിട്ട് ഞാനൊരു കുഞ്ഞ് മീൻ കുടമ്പുളിയിട്ട് കറി വെക്കാനും കൂടിയിട്ടോ. അപ്പോൾ ഇത് ഏതായാലും ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം, അതായത് ഈ കറി വെക്കാൻ ഉള്ള ആ ഒരു സമയത്തേക്ക് ഇതവിടെ സെറ്റായിട്ടിരിക്കുമല്ലോ മസാലയൊക്കെ തേച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്മിയിൽ മസാലയൊക്കെ ഇങ്ങനെ അരച്ചിട്ട് അതിങ്ങനെ മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കാനാണ് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാനിപ്പോൾ ഈ അമ്മി കിട്ടിയ മുതൽക്കും ഇപ്പോൾ തേങ്ങ അരച്ച് വെക്കണതാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അങ്ങനെ അരയ്ക്കും, അതായത് ചതച്ചെടുക്കുക, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ അതൊക്കെ ഞാനിപ്പോൾ ഈ അമ്മിയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 2 മണി ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത് കുറച്ച് അധികം വെളുത്തുള്ളി ഉണ്ട് കാരണം ഇത്രയൊന്നും മീനില്ല കേട്ടോ, പക്ഷെ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ അതൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും സവോളയും, ഒരു സവോളയുടെ പകുതിയും, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഇത് 2 പച്ചമുളകേ ഉള്ളൂ, കുറച്ച് നീളമുള്ള പച്ചമുളകാണ്, എരിവ് കുറവാണ്. അപ്പോൾ ഇത് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. 2 പച്ചമുളക് 2 എണ്ണയേ ഉള്ളൂ, പക്ഷെ വലിപ്പമുള്ള പച്ചമുളകാണ്. അപ്പോൾ അതങ്ങനെ ചെരിച്ച് തന്നെ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, ഇതൊക്കെ ഇതിൻ്റെ എല്ലാവരും ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഇതിങ്ങനെ വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കണം. ഇന്നിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. തക്കാളി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലയായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇത്രേ ചേർക്കണുള്ളൂ, മല്ലി ഞാൻ ചേർക്കണില്ല കേട്ടോ. പിന്നെ കുറച്ച് കുടംപുളി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, ചൂട് വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് പുളി ഇറങ്ങി വരും. ഞാൻ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ്, പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുടംപുളി കുറച്ചധികം ഞാൻ ഇട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നാളെയാണ് എടുക്കണമെങ്കിൽ നമുക്ക് അധികം പുളി ചേർക്കണ്ട, 2 പുളിയൊക്കെ ചേർത്താൽ പിറ്റേ ദിവസമാണ് എടുക്കണമെങ്കിൽ നന്നായിട്ട് പുളി പിടിച്ചിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴും തന്നെ ഡയറക്റ്റ് ഇപ്പം തന്നെ ഇത്
വെച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ചോറിലേക്ക് എടുക്കുന്ന സമയത്ത് പുളി ചിലപ്പോൾ അത്രയ്ക്കും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം പുളി ചേർത്തിട്ടുണ്ട്. ഈ പുളി നമുക്ക് ഇനിയിപ്പോൾ മീനൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പുളിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഒരു പുളി മാത്രം മീനിലിട്ടിട്ട് ബാക്കിയുള്ള പുളിയൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് നമുക്കതൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു ബോട്ടിലിനകത്ത് ഇട്ട് വെച്ചാൽ അടുത്ത് വീണ്ടും ഒരു കറി ഉണ്ടാക്കുമ്പോഴും കൂടെ അതിലേക്കും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പൊടികളൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുടംപുളി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി കറിക്ക് ആവശ്യമുള്ള എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വയ്ക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ അധികമൊന്നുമില്ല, പിന്നെ ഒരു 5-6 കഷ്ണമൊക്കെ ഉള്ളൂ. 3 മീനായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്, ആവിയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കുടംപുളി ഇട്ട് വെക്കുന്ന മീൻ കറിക്ക് ചോറിനേക്കാൾ ടേസ്റ്റ് കപ്പയാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പയും നല്ല കുടംപുളി ഇട്ടിട്ടുള്ള മീൻ കറിയും ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ കപ്പ ബിരിയാണി അതിഷ്ടമാണ്. ചിക്കനും കപ്പയൊക്കെ വെക്കുമല്ലോ, അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ചോറിനേക്കാളും കപ്പേനോടാണ് താല്പര്യം. അപ്പോൾ നമ്മൾ തിളച്ച നമ്മുടെ മീൻ കറിയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിവിടെ കിടന്നങ്ങോട്ട് ആവട്ടെ, അടച്ച് വയ്ക്കാം. അപ്പം മീൻ വറുത്തതും മീൻ കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ ചോറുണ്ണണം. പിന്നെ ഇനിയിപ്പോൾ മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനൊന്ന് പോകണം. 3 മണിക്കാണ്. കുഞ്ഞു കിളികൾ ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത്. അപ്പം ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 3 മണിക്ക് മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പയറുപ്പേരിയാണ്, അതായത് ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു തോരൻ വെച്ചതാണ്, തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരനായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻ കറി, മീൻ വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.